നിങ്ങൾ ലക്ഷദ്വീപിലെ ഫോക്ക് ഡാൻസസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? പരിചയക്കളി, കോൽക്കളി അങ്ങനെ കുറേ ഫോക്ക് ഡാൻസസ് അവിടെ ഉണ്ട്. അതിന് മുമ്പായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് ഡിസ്പ്ലേ ഫെസിലിറ്റി ഫോർ മറൈൻ ഓർഗാനിസം ആണ്. ഇത് 2024 ICR-ഉം NBFGR-ഉം ചേർന്ന് ലക്ഷദ്വീപിലെ ജനങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ മറൈൻ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ ടൂറിസ്റ്റിനൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. ഇവിടെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോകുന്ന ഇതുപോലത്തെ സ്ഥലത്ത് നമുക്ക് പലതും തൊടാനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ ഈ ടബിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഉള്ള ഈ ഓർഗാനിസത്തിനൊക്കെ കൈയിട്ടിട്ട് അതിൻ്റെ ഫീലും ടെക്സ്ചറും എല്ലാം അനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ ലൈവായിട്ടുള്ള സ്റ്റാർ ഫിഷും ഷെൽഡ് ഓർഗാനിസം എല്ലാം ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ കയ്യിലെടുത്തിട്ട് അതിൻ്റെ ഒരു ടച്ച് ആൻഡ് ഫീൽ അനുഭവിക്കാൻ പറ്റും. അത് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. സാധാരണ ഇത്തരം സ്ഥലങ്ങളിൽ അങ്ങനെ നമുക്ക് ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് പ്രത്യേകം എഴുതുകയും ചെയ്യും. ഇവിടെ കണ്ടില്ലേ ഇതുപോലത്തെ ഷെല്ലൊക്കെ എടുത്ത് ലൈവ് ഷെല്ലുകളാണ്. ഇതിനകത്ത് ഓർഗാനിസം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് നോക്കി അതിനെ ഫീൽ ചെയ്യാനും അതിനെ അനുഭവിച്ചറിയാനൊക്കെ പലപ്പോഴും ഈ പ്രായമായവർക്കൊക്കെ കടലിൻ്റെ അകത്ത് പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തൊടാനൊക്കെ ഇപ്പോൾ അവസരം കിട്ടാറില്ല. ഇത് അതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് കൂടാണ്ട് ഒരുപാട് അനിമൽസും കുറേ വ്യത്യസ്തമായിട്ടുള്ള മറൈൻ ഓർഗാനിസം അവിടെ കാണാൻ പറ്റി. ഈ ഫിഷ് എനിക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ഇത് കൂടാണ്ട് നമ്മുടെ ഫൈൻഡിങ് നീമോയിലുള്ള നീമോ ഫിഷും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ഈ സ്ഥാപനം കംപ്ലീറ്റ്ലി അഗത്തിയിലെ വിമൻ ബെനിഫിഷ്യറീസ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ ആ പ്രത്യേകത ഇതിനുണ്ട് കേട്ടോ. വൈകിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജംഷീർ കുറച്ച് ഫോക്ക് ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. സാധാരണ ടൂറിസ്റ്റ് ഒക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഫോക്ക് ഡാൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുക. പ്രധാനമായിട്ട് 3 ടൈപ്പ് ഓഫ് ഫോക്ക് ഡാൻസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് പരിചക്കളി, 2 കോൽക്കളി, പിന്നെ ഒലക്കമുട്ട്. ലക്ഷദ്വീപിൻ്റെ കൾച്ചറും ഹെറിറ്റേജും ഒത്തൊരുമയും എല്ലാം വിളിച്ചു പറയുന്ന രീതിക്കാണ് ഈ കലാരൂപം നടത്താറ് പൊതുവെ. ഇതൊരു വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് വരുന്ന ദിവസങ്ങളിലാണ് പലപ്പോഴും നടക്കുക. ഒന്ന് പരിചയക്കളി, അതായത് മരം കൊണ്ടുണ്ട ഒരു പരിചയം അതുപോലെ തന്നെ ഒരു വാളൊക്കെ ഉണ്ടാക്കി അത് വളരെ സ്പീഡിൽ അക്രോബാറ്റിക് ആയിട്ട് ആദ്യം വളരെ പതുക്കെ തുടങ്ങി പിന്നീട് വളരെ അഗ്രസീവായിട്ട് എൻഡ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് പരിചയക്കളി. അതുപോലെ തന്നെയാണ് കോൽക്കളിയും. പരിചയക്ക് പകരം കോൽ വെച്ചിട്ടായിരിക്കുന്നുള്ളൂ. ഇതിന്റെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഹിന്ദി ഗാനങ്ങളും നമ്മുടെ കലാഭവനിയുടെ പാട്ടുകളൊക്കെ പാടി വളരെ രസകരമായിട്ടാണ് ഇവർ ഇത് കളിക്കുന്നത്. ഇത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല ചന്താണ്. ഒലക്കമുട്ട് 2 ഒലക്കകടയിൽ കൂടെ ഇങ്ങനെ നൃത്തം ചെയ്യുന്നതാണ് ഈ ഒലക്കമുട്ട്. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കലാരൂപമാണ് കേട്ടോ. ഇത് അതിൻ്റെ ഒരു താളത്തിനനുസരിച്ച് നല്ല രസകരമായിട്ട് ഡാൻസ് കളിക്കുന്നതാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ കൂടെ വന്ന കാണികളെ എല്ലാവരെയും ഇതുപോലെ ഈ ഡാൻസ് പഠിപ്പിച്ച് അതിനകത്ത് കളിക്കാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായി. ആദ്യം തുടക്കത്തിൽ കുറച്ച് എല്ലാവരും ബുദ്ധിമുട്ടെങ്കിലും അവസാനം എല്ലാവരും വളരെ രസകരമായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റി. അപ്പോൾ ലക്ഷദ്വീപിലെ കലാരൂപങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.